ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു പ്ലാനും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് കാറിലിരുന്നാണ് കേട്ടോ എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നേരെ കോർഫക്കാനിലേക്ക് വിടാമെന്ന്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു, നേരെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ കോർഫക്കാൻ്റെ റൂട്ട് നമ്മുടെ മൊബൈൽ ഫോണിലിട്ടിട്ട് ഞങ്ങൾ നേരെ കോർഫക്കാനിലേക്ക് വിട്ടു. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണി കഴിഞ്ഞു വെളുപ്പാങ്കാലത്ത്. അങ്ങനെ ഞങ്ങൾ കോർഫക്കാൻ റൂട്ടിലൂടെ പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സ്ട്രെയിറ്റ് റോഡും 2 സൈഡിലും മലകളും കുന്നുകളും നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ കോർഫക്കാനിലേക്ക് പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ ആദ്യത്തെ തുരങ്കത്തിൽ കയറി ഇറങ്ങി. എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെന്തായിട്ടുള്ളൊരു തുരങ്കമാണ്. അങ്ങനെ ഞങ്ങൾ കോർഫക്കാൻ എത്തി. നമ്മുടെ ഏർലി മോർണിംഗ് ഉള്ള വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം അവിടെ നിന്ന് ടൈം പോയത് അറിഞ്ഞതേ ഇല്ലായിരുന്നു. അന്നേരം ഈ കോർഫക്കാൻ്റെ ടോപ്പിലാണ് നമ്മൾ നിന്നത്. അപ്പം അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ഏർലി മോർണിംഗ് ഉള്ള നമ്മുടെ സൺറൈസ് കാണാനായിട്ട് ഞങ്ങൾ വാഡി ഷീസിലാണ് പോയത്. വാഡി ഷീസ് പോകുന്ന സമയത്തുള്ള ആ മലകളും കുന്നുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെയും ആ മലയുടെ മുകളിലുള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ ശരിക്കും ഈ കാണാത്തവരുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണണം കേട്ടോ. അന്നേരം ഞങ്ങളും കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ സൺറൈസ് ഫുള്ള് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വാഡി ഷീസിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ പോയത് അൽ നഹ്വ ഓൾഡ് ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഇത് വരുന്നത് നമ്മുടെ ഷാർജ ഒമാൻ്റെ ബോർഡറിലായിട്ടാണ് വരുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേന് ഒരു കുഞ്ഞി കേരളമാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോഴേ ഈ അൽ നഹ്വ ഓൾഡ് ഹാംലെറ്റിൽ നല്ല ഒരു ഫാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഫാമിൽ പോയി. ആ ഫാമിൽ എന്ന് പറയുമ്പം അതിനകത്ത് നമ്മുടെ വാഴ, അതുപോലെ തന്നെ മാവ്, പിന്നെ നമ്മുടെ പപ്പായ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ആ ഫാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പനകളും ഒരുപാട് നിൽപ്പുണ്ട് കേട്ടോ. അതുമല്ല നമ്മുടെ നാട്ടിലെ മാവും അതുപോലെ വാഴയും പപ്പായൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും കേരളത്തിൽ പോയി വന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ആ സ്ഥലം മാത്രമല്ല ആ ഫാമിൽ ഇരിക്കുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾ എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അൽ നഹ്വ, അതായത് ആ ഓൾഡ് ഹാംലെറ്റിൻ്റെ വേറൊരു സ്ഥലമുണ്ട്. അവിടെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഡാമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ആ പോകുന്ന വഴിക്കെന്ന് പറയാനായിട്ട് ഫുള്ളും എന്താ പറയുന്നത്, പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഫുള്ളും വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പനയാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. അന്നേരം നമുക്ക്
ശരിക്കും അവിടുത്തെ ആ ഹരിതാപകരമായ ആ സ്ഥലം നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേന് അവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് ഈ മലകളും കുന്നുകളും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിൽ അവർ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പോകുന്ന വഴിയിലുള്ള റോഡുണ്ടല്ലോ, അതെന്ന് പറയുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതിൻ്റെ റോഡിൻ്റെ എല്ലാ എൻഡിലും ഓരോ വേസ്റ്റിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും വൃത്തിയായിട്ടാണ് അവർ ആ റോഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. നമുക്ക് ആ പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അത് നമുക്ക് ആ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലെ ട്രക്കുകൾ, അതുപോലെ തന്നെ കാറുകൾ, അങ്ങനെ ഓരോന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിക്ക്. അതാണ് കൂടുതലായിട്ടും ആ പ്രദേശം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ കടകൾ കാണാം. പക്ഷേ ഒത്തിരി കടകൾ അവിടെ വിസിബിൾ ഒന്നുമല്ല. ശരിക്കും നമ്മൾ ഇവിടെ അൽ നഹ്വയിൽ എത്തിയല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് അവിടുത്തെ ഡാമും കൂടെ കണ്ടിട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിപ്പോൾ ആ ഡാം അന്വേഷിച്ചുള്ള പോക്കാണ് ആക്ച്വലി. അന്നേരം അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് മൊട്ടക്കുന്നുകളാണ് കൂടുതലും അവിടെ കാണാൻ പറ്റുന്നത്. മീൻസ് അവിടെ അങ്ങനെ അധികം വൃക്ഷങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ മലയിലൊന്നും കാണാൻ പറ്റത്തില്ല. ചില മലയിലൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാടും ഒരുപാട് വൃക്ഷങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു പകുതി വഴി വരെയാണ് നമുക്ക് കൂടുതലായിട്ടും വൃക്ഷങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്, ആ പച്ചപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്കതൊന്നും കാണാൻ പറ്റത്തില്ല. നേരെ നമുക്ക് മലയാണ് കാണാൻ പറ്റുന്നത്. അതാണ് കൂടുതലായിട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേന് ഡാമിലോട്ട് പോകാനായിട്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡാമിൻ്റെ പേര് വരുന്നത് സഹ്ന റീചാർജ് ഡാം എന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ആ ഡാം കാണാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഡാമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് മീൻസ് വെള്ളമൊക്കെ കെട്ടി നിർത്തി നമ്മൾ അതിനകത്തു നിന്നാണ് ജലവൈദ്യുത പദ്ധതികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേ കണക്കുള്ളൊരു ഡാം എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളവിടെ ഡാമിലെത്തിയപ്പോഴത്തേനും നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഈ ഡാമെന്ന് പറയുമ്പോഴത്തേന് വെള്ളമൊന്നും ഇല്ലാണ്ട് ഫുള്ളാകെ വറ്റി വരണ്ട ഒരവസ്ഥയിലാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഫുള്ള് ഉണങ്ങി വരണ്ട്, അതിനകത്ത് മീൻസ് 1-2 ചെടികളിങ്ങനെ അറ്റവും അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ് സത്യം പറഞ്ഞ് ഞങ്ങൾ റോഡ് കയറാൻ വേണ്ടി പോയത്. ആ പോയ വഴിക്ക് ഫുള്ളും അധികം പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് അവിടെ ഇടയായിട്ട് 2-3 പനകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ നിന്ന് പോയി അടിച്ചു പൊളിച്ചു. അന്നേരം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ടാറ്റാ ബൈ, സീ യു.